ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിതുപോലൊരു മഗ്ഗും ടംബ്ലേഴ്സും ഒക്കെ എങ്ങനെ സബ്ലിമേറ്റ് ചെയ്തെടുക്കുക, പ്രിൻറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഹാരി പോട്ടർ തീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള തീം നമുക്ക് എടുക്കാം, നമ്മളുടെ ഇഷ്ടമുള്ള ഡിസൈൻസ് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നല്ല ക്വാളിറ്റി പ്രിൻറ്റിങ് തന്നെയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഈ റൂമിൽ ഇത്തിരി ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഫോക്കസ് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ട് വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെയൊക്കെ സജഷൻസ് കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സബ്ലിമേഷൻ പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടി സബ്ലിമേഷൻ പ്രിൻ്ററാണ്. നോർമൽ പ്രിൻ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ മഗ് ടംബ്ലേഴ്സൊക്കെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഹീറ്റ് പ്രസ് മെഷീനും വേണം നമുക്ക്. ഞാനിവിടെ വൂംഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം തിരക്കില്ലാത്ത ബ്രാൻഡാണ്. പിന്നെ ഇതുപോലെ സബ്ലിമേഷൻ പേപ്പേഴ്സ് വേണം. നമുക്ക് നോർമൽ പേപ്പർ ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തതായിട്ട് വേണ്ടിയത് സബ്ലിമേഷൻ മഗ്സാണ്. ഇതൊരു പ്രത്യേക കോട്ടിങ് ചെയ്ത് വരുന്ന മഗ്ഗാണ്. നമുക്ക് നോർമൽ മഗ്ഗൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ ഒരു ഗ്ലൗവും സബ്ലിമേഷൻ ടാപ്പും വേണം നമുക്ക്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മഗ്ഗിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് എടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു ഡിസൈൻ ആ ഒരു അളവിൽ പ്രിൻറ്റ് ചെയ്യാനും പിന്നെ അതിനനുസരിച്ച് കട്ട് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ടാപ്പ് വെച്ചിട്ട് ഞാനതൊന്ന് മെഷർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതുപോലൊരു ക്യാൻവാസ്, ആ സെയിം സൈസിലുള്ളൊരു ക്യാൻവാസ് ഞാൻ ഇല്ലുസ്ട്രേറ്ററിലാണ് ഞാനിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പൈപ്പറിൽ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ഹാരി പോട്ടർ ഡോർമെറ്ററി ആ ഒരു സീനാണ് ഞാനിതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഡിസൈൻ ഞാനിത് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ, ആളൊരു പോട്ടർ ഹെഡാണ്. അപ്പോൾ ഞാൻ അവനക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു ഡിസൈൻ നമ്മൾ കറക്റ്റ് ഈ ഒരു മഗ്ഗിൻ്റെ സൈസിലേക്ക് ആക്കിയിട്ട് ഇതൊരു A4 ഷീറ്റിലേക്ക് നമ്മൾ മാറ്റണം. കാരണം അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആ ഒരു സൈസ് മാത്രമായിട്ട് പ്രിൻ്റ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് A4 ഷീറ്റ് ഫുൾ കവറായിട്ടായിരിക്കും പ്രിൻ്റ് വരിക, കറക്റ്റ് അളവായിരിക്കില്ല. കണ്ട, അപ്പോൾ ഇതേപോലെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് നമുക്കൊരു ഡള്ളായിട്ടാണ് നമ്മൾ ഈ സബ്ലിമേഷൻ പ്രിൻ്ററിൽ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് ഇങ്കിൻ്റെ ക്വാളിറ്റി കുറവാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇത് നോർമലാണ്. ഇതുപോലെ കുറച്ച് ഡള്ളായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതാ ഒരു ഹാൻഡിലിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊരു സബ്ലിമേഷൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. നല്ല സെക്യൂറായിട്ട് തന്നെ ടാപ്പ് ചെയ്യണം. കാരണം ഇത് ലൂസാവുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ പ്രിൻ്റ് നമ്മൾ ആ ഹീറ്റ് പ്രസ് ചെയ്യുന്ന ടൈമിൽ അത് പ്രോപ്പറായിട്ട് വരണമെന്നില്ല. അപ്പോൾ ഞാനിതാ ഒരു ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രസ് ഓരോ സൈഡും നമുക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ട് ഈ ഒരു മഗ് ഇതിനുള്ളിൽ കവറാവില്ല. അപ്പോൾ നമ്മൾ ഈ ഹാൻഡിലിന് അപ്പുറത്തെ സൈഡിലേക്കും കൂടി ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് 180 ആണ്. 180 ഡിഗ്രി സെൽഷ്യസും പിന്നെ 210 മിനിറ്റ്സ്, സെക്കൻഡ്സാണ്, മിനിറ്റ് അല്ല സെക്കൻഡ്സാണ്. അപ്പോൾ അതും കൂടി ആക്കിയിട്ട് ക്ലൈംബ് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ഹീറ്റ് പ്രസ് മെഷീൻ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ യൂസർ മാനുവൽ നോക്കിയിട്ട് അതിൻ്റെ ഒരു സെറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഹീറ്റ് പ്രസ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അപ്പം തന്നെ നമ്മൾ ആ ഒരു പേപ്പർ റിമൂവ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കാരണം നമ്മളപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പ്രോപ്പറായിട്ട് ആവണമെന്നില്ല, ഒരു റെസ്റ്റ് പീരീഡ് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ അത് അൺടാപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്. നമുക്ക് ഹീറ്റ് ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അവിടെയും കൂടി നമുക്ക് ഹീറ്റ് ചെയ്യാം. ഞാനത് മറന്നു പോയതായിരുന്നു. അപ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ഞാൻ ടംബ്ലേഴ്സിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഔട്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു പ്രോസസ്സ് നിങ്ങളുടെ കയ്യിൽ ഈ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാനപ്പോൾ അതിന് റിപ്ലൈ തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.